ഹായ് ഫ്രണ്ട്സ്, കണ്ണൂരോളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. വാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ്. കണ്ണൂരിൽ ഈ സ്നേക്ക് പാർക്കിൽ പോകാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഒന്നാമത് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിനും അതുപോലെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിനും വളരെ അടുത്തായിട്ടാണ് ഈ സ്നേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഇത് വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, കണ്ണൂരിന് പുറത്തുള്ളവർ, കണ്ണൂർ കാണാൻ എവിടുന്നെങ്കിലും കണ്ണൂർ കാണാൻ വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിലേക്ക് എന്തായാലും എത്താതിരിക്കില്ല. കാരണം ഗൂഗിളിലായാലും എവിടെ തിരഞ്ഞാലും കണ്ണൂരിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്ന് തന്നെയായിരിക്കും ഇത്. പിന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. പിന്നെ പ്രവേശനത്തിനുള്ള ടിക്കറ്റ് ഉണ്ട്. അത് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയും. നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1964 മുൻ മന്ത്രി ശ്രീ MV രാഘവൻ പാമ്പ് വിഷചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുകയും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് 1982 ഈ സ്നേക്ക് പാർക്കും സ്ഥാപിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഈ സ്നേക്ക് പാർക്കുള്ളത്. ഇപ്പം നമ്മൾ അകത്തേക്ക് കടന്നു. നമ്മൾ 2 വർഷമായി തോന്നുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ട്. കുറച്ചെന്തെല്ലാം റീനോവേഷൻ വർക്കെല്ലാം നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയായിരിക്കും, രസമായിരിക്കും. എന്തെല്ലാം മാറ്റങ്ങളെല്ലാം വരുത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ അക്വേറിയത്തിൻ്റെ അടുത്തുള്ളത്. അക്വാ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ്. മത്സ്യങ്ങളുടെ ഒരുപാട് തരം മത്സ്യങ്ങളെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മത്സ്യങ്ങളെ എല്ലാത്തിൻ്റെയും അടിയിൽ അതിൻ്റെ പേര് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ശാന്തസുന്ദരവും പ്രൗഢഗംഭീരവുമായ ഒരു സ്ഥലം തന്നെയാണിത്. മന്ത്രിയായിരുന്ന MV രാഘവൻ സ്ഥാപിച്ചതാണ് ഇത് എന്ന് പറഞ്ഞല്ലോ. സാമൂഹിക പരിഷ്കർത്താവായിരുന്ന അദ്ദേഹം 1964 പാമ്പ് കടിയേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി, മാത്രമല്ല ദുർബലരായ വിഭാഗങ്ങൾക്ക് സൗജന്യമായ ചികിത്സ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചതായിരുന്നു ആ വിഷചികിത്സാ കേന്ദ്രം. അങ്ങനെ പാമ്പ് കടിയേറ്റവരെ കൊണ്ടുവരുമ്പോൾ ഏത് ജീവിയാണ് കടിച്ചത് എന്ന് മനസ്സിലാകാൻ വേണ്ടി ആ ജീവിയും കൂടി കൊണ്ടുവരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സങ്കീർണത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നത്. അങ്ങനെയാണ് ഉരകജീവികളെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഈ സ്നേക്ക് പാർക്ക് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ജീവികൾക്കും പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊരു സ്ഥാപനം നിർമ്മിച്ചു. അതേസമയം തന്നെ സന്ദർശകർക്ക് കാണാനുള്ള സംവിധാനങ്ങളും കൂടി ഒരുക്കി. ഇങ്ങനെയുള്ള ജീവികളെക്കുറിച്ച് നമുക്കുള്ള അന്ധവിശ്വാസങ്ങളും അതുപോലെ അജ്ഞതയും ഒക്കെ മാറ്റിയെടുക്കാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന ട്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഇപ്പം നമ്മൾ പോയപ്പോൾ അവരെ ഒന്നും കണ്ടില്ല. സാധാരണ പാമ്പുകളെ കുറിച്ച് അതിൻ്റെ ചലനവും അതിൻ്റെ വിഷത്തിൻ്റെ കാഠിന്യവും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരുപാട് അന്ധവിശ്വാസങ്ങളും അജ്ഞതയെല്ലാം ഉണ്ടാവുമല്ലോ. അതെല്ലാം മാറ്റിത്തരുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മൾ പോയപ്പോൾ അവിടെ കണ്ടില്ല. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ഇതെല്ലാം ഇപ്പോൾ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെല്ലാം വരുന്നതെന്നൊന്നും അറിയില്ല.
നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് 2-3 വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ സ്നേക്ക് പാർക്കിലേക്ക് തന്നെയാണ് പോയത്. അവിടെ ചെന്നിറങ്ങുമ്പം തന്നെ അവിടെ കുറേ കടയിൽ ചെറിയ ചെറിയ തട്ടുകട പോലെ, ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് കാണുന്നുണ്ടാവും. അവിടെ ഈ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്നത്. പിന്നെ ചായ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറേ കടകളുണ്ട്. അവിടെ നിന്ന് നെല്ലിക്കയും മാങ്ങയെല്ലാം വാങ്ങി പിന്നെ അതെല്ലാം കഴിച്ചുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് പോയത്. ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇത് വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്, കുറേ ആൾക്കൂട്ടം ഇങ്ങനെ കാണാം. ഇപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയെല്ലാം ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉച്ചക്ക് നമ്മൾ ഏകദേശം ഇവിടുന്ന് മെല്ലെ നമ്മൾ വീഡിയോയിൽ എടുക്കുമ്പോൾ തന്നെ കുറേ ടൈമായി, ഉച്ചയാവാനായിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ലൈം കുടിച്ച് ലാസ്റ്റ് ഇറങ്ങാൻ പോകുമ്പോൾ. അവിടെ ലൈമും ചായ എല്ലാം കിട്ടുന്ന ഷോപ്പെല്ലാം ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ലൈം കുടിച്ച്, സ്നാക്സ് എല്ലാം കഴിക്കാൻ പറ്റുന്ന ഷോപ്പെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടുന്ന് അതെല്ലാം ലൈം കുടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി. പിന്നെ കോഫി ഹൗസ് ഉണ്ട്, ഈ റോഡിൽ തന്നെ കുറച്ച് ദൂരെ പോയാൽ കോഫി ഹൗസ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു, അവിടെ നിന്ന് ലഞ്ച് കഴിച്ചു. എന്നിട്ട് പിന്നെ അങ്ങനെ കറങ്ങി. പിന്നെ ഒരു വൈകുന്നേരം ചായ എല്ലാം കുടിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ നമ്മൾ വൈകുന്നേരം വള്ളുവൻകടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയതിൻ്റെ. ഇത് പിന്നെ കുറച്ച് ലെങ്ത്ത് വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മുത്തപ്പൻ കാവിലത് പിന്നെ കുറച്ച് വേഗം ചെയ്യാൻ പറ്റിയത് കുറച്ചുകൂടി എളുപ്പം അതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്നലെ വേഗം തന്നെ ആ വീഡിയോ ഇട്ടത്. ഇതിന് കുറച്ച് കട്ട് ചെയ്യാനും അങ്ങനെ കുറേ എഡിറ്റ് ചെയ്യാനെല്ലാം ഉണ്ടായിരുന്നു. അതാണ് ഇത് പിന്നെ ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. പിന്നെ രാത്രി നമ്മൾ വള്ളുവൻകടവ് ക്ഷേത്രത്തിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ രാത്രി തിരിച്ചു പോയി. അങ്ങനെയായിരുന്നു നമ്മളെ കഴിഞ്ഞ ഞായറാഴ്ച. ഇത് പെരുമ്പാമ്പാണ് കേട്ടോ. കണ്ടോ, അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കി നിൽക്കുന്നത് ആ കണ്ണാടിയിൽ കാണാം. ഭയങ്കര വലുതാ. പിന്നെ ഓരോ ജീവികളെടുത്തും അത് ഏത് ഇനത്തിൽപ്പെട്ടതാണ്, അതിൻ്റെ വിഷം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രശസ്ത മുതലവേട്ടക്കാരനായിരുന്ന റോബർട്ട് ഇർവിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചതാണ് ഇവിടെ. ഈ മുതലേനെ സംരക്ഷിക്കുന്ന അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. കുറേയധികം മുതലകളുണ്ട് അവിടെ. കുറേ എണ്ണം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, കുറേ എണ്ണം ഇതേ പുറത്തെല്ലാം കിടക്കുന്നുണ്ട്. അങ്ങനെ
ഇത് നമ്മൾ ഇരുതല മൂരി എന്ന് പറയുന്ന പാമ്പാണ്. ഇതിൻ്റെ രണ്ട് ഭാഗത്തും തലയാണ്, കണ്ട. ഇപ്പുറത്തെ സൈഡിലും തലയാണ്, ഇപ്പുറത്തെ സൈഡിലും തല. പിന്നെ ഇത് പച്ചിലപ്പാമ്പ്, പച്ച കളറിൽ ഓലേൻ്റെ മേലെയും ചെടീൻ്റെ മേലെയും നമുക്ക് അറിയുകയില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സുഹൃത്തുക്കളെ, ഏറ്റവും ഭീകരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ഭീതിതപ്പെടുത്തുന്ന ഒരു കൂട്ടം മൂർഖന്മാരെയാണ് നമ്മളിവിടെ കാണുന്നത്. വലിയ ഭീതിതമെല്ലാം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞാൻ വോയിസ് കേട്ടേക്കണേ, ഞാൻ അങ്ങനെ തന്നെ നോക്കും. ഇപ്പം നമ്മൾ കിങ് കോബ്രാൻ്റെ കൂട്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. കാണുന്നില്ലല്ലോ. ആ ഇതാ, എൻ്റെ അമ്മേ, കിടക്കുന്ന കിടപ്പ് കണ്ടോ, പേടിയാവുന്നില്ലേ? ഉഫ്. മലയാളത്തിൽ എന്താണ്, രാജവെമ്പാലയല്ലേ? രാജവെമ്പാല. ഇങ്ങനെയുള്ള ജീവികളെക്കുറിച്ച് നമുക്ക് അറിവില്ലായ്മയും നമ്മളെ ഓരോ വിശ്വാസങ്ങളും എല്ലാം, കുറേ മിത്തുകളും അതിൻ്റെ ഫാക്റ്റ് എന്താണെന്നുള്ളതും എല്ലാം ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ കോമഡി രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സന്ദർശകർക്ക് എൻജോയ് ചെയ്യാനും ഉള്ള പാർക്കുകളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ ഒരുപാട് മരങ്ങളും ചെടികളെല്ലാം നട്ട് വളർത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോൾ ഇവിടെ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം മുന്നേ അല്ല കേട്ടോ, ഒരു 3 മാസം മുന്നേ വന്നിട്ടുണ്ട്. ആ സമയത്താണെന്ന് തോന്നുന്നു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഫിലിമിൻ്റെ. കുറേ സമയം നടന്ന് കാണാനുണ്ടല്ലോ, അപ്പോൾ ഞാൻ കാല് വേദനിച്ച് കുറച്ച് സമയം ഇരുന്നു. പിന്നെ നമ്മൾ കണ്ട മുട്ടായി പീടിക എന്ന് എഴുതിയിട്ട് ഇങ്ങനെയൊന്ന് കണ്ണൂർക്കാർ പറയാം. സാധാരണ എല്ലാവരും മിഠായി പീടിക, മിഠായി കട എന്നാ പറയുക. നമ്മൾ മുട്ടായി പീടിക എന്ന് പറയും. അപ്പോൾ പിന്നെ നമ്മൾ ലൈം കുടിച്ചു. ഇവിടെ 2-3 ഇങ്ങനെ ലൈമും സ്നാക്സെല്ലാം കഴിക്കുന്ന കടകളുണ്ട്. അവിടെ നമ്മൾ ലൈം കുടിച്ചു. എന്നിട്ട് പിന്നെ ഇത് പുറത്തേക്ക് പോകുന്ന വഴിയാണ്. കണ്ട ആൾക്കാരെ കണ്ട, കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോകുമ്പം കൂടുതൽ ആൾക്കാർ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും പറയുന്നത് പോലെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് ചെയ്യാണ്ടൊന്നും പോകരുത്. ലൈക്ക് ചെയ്യാൻ നിങ്ങളെ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടാലല്ലേ ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഇനിയും വീണ്ടും ഞാനിടുന്ന വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് ഓപ്ഷൻ ഓളിലാക്കി കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, തുടർന്നും കണ്ണൂരിലെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.